ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പിടിയാണ്. ഈന്തപ്പിടി ഒക്കെ ഉണ്ടാക്കും പോലെ ഇതുകൊണ്ടും ഗോതമ്പ് അരിപ്പൊടി കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അത്യാവശ്യം ടേസ്റ്റി ആയൊരു ഡിഷാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അതിനാദ്യം നമ്മൾ ഗോതമ്പ് പൊടി വാട്ടി കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. കുറച്ച് നീളത്തിൽ ഒരു ഈന്തക്കുരുവിൻ്റെ ആകൃതിയിലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഈ ഒരു പരുവത്തിലാണ് ഇതുണ്ടാക്കേണ്ടത്. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിനകത്ത് നമ്മൾ ഉരുട്ടി വെച്ച ഗോതമ്പ് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് പിന്നെ ഊറ്റി വെള്ളം വാർത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. നന്നായിട്ട് വെള്ളം പോയി ഉലരാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് വെള്ളം പോയി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം. അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച ശേഷം ചിക്കനും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞിട്ട് കുക്കറിലേക്കോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലേക്കോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഒരു ബ്രൗൺ കളറിലേക്ക് എത്തും വരെ ഇളക്കണം. അടി പിടിക്കാതെ നോക്കണം. ഒരു ബ്രൗൺ കളറിലെത്തിയ ശേഷം ഉള്ളി കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ട് അതൊന്ന് വാടാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് അത് ഇളക്കി ഈ ഒരു പരുവത്തിലായി വരുന്ന സമയത്ത് അതൊന്നും കൂടെ ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ അതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് തക്കാളി കൂടെ ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി ഒന്നും കൂടെ മിക്സ് ആവാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല രീതിയിൽ ഇളക്കി ഉപ്പും എല്ലാം എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ എത്തി കഴിഞ്ഞ ശേഷം മസാല ചേർക്കാം. ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. എരിവൊക്കെ എല്ലാവർക്കും ആവശ്യത്തിന് ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. എല്ലാവർക്കും എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ പാകത്തിനിടുക. അതിനുശേഷം